ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 22-ന് നടക്കാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ലാസ്റ്റ് സ്റ്റേജിനായി തയ്യാറെടുക്കുകയാണോ നിങ്ങൾ? നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഈ ഓഗസ്റ്റ് 22-ലെ പരീക്ഷ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസങ്ങളിലെ നിങ്ങളുടെ ടെൻഷൻ എനിക്ക് നന്നായി മനസ്സിലാകും. പരീക്ഷയ്ക്ക് ഇനി 2 ആഴ്ച മാത്രമാണുള്ളത്. ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഉപകരിക്കുന്ന ചില ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാം. ഇത്തവണ നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. 3 സ്റ്റേജ് പരീക്ഷകൾ കഴിഞ്ഞു. മാറ്റിവെച്ച സ്റ്റേജ് 2-ന്റെ ചോദ്യപേപ്പറും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതായത് 4 ചോദ്യപേപ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 ചോദ്യപേപ്പറുകളും വെറും ഉത്തരങ്ങൾ നോക്കാനുള്ളതല്ല. PSC ഏത് മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നു, ഏതൊക്കെ ടോപ്പിക്കുകൾ ആവർത്തിച്ച് ചോദിക്കുന്നു, എങ്ങനെയാണ് ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ പേപ്പറുകൾ. അതുകൊണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ 4 ചോദ്യപേപ്പറുകളും വിശദമായി വിശകലനം ചെയ്യുക. ഓരോ ചോദ്യത്തിൻ്റെയും പിന്നിലുള്ള ടോപ്പിക് മനസ്സിലാക്കുക. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാന ഫാക്റ്റുകൾ ഒരിക്കൽ കൂടി പഠിക്കുക. ഉത്തരം മാത്രം മനഃപ്പാഠമാക്കാതെ ആ വിഷയം മുഴുവൻ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആവർത്തിച്ചു വന്ന ടോപ്പിക്കുകൾ മാത്രം വീണ്ടും ശക്തമാക്കുക. എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക. തെറ്റുന്ന ചോദ്യങ്ങൾ കണ്ട് ടെൻഷൻ അടിക്കേണ്ട. പരീക്ഷയ്ക്ക് മുമ്പ് കണ്ടെത്തുന്ന ഓരോ തെറ്റും പരീക്ഷാ ഹാളിൽ ലഭിക്കുന്ന ഒരു അധിക മാർക്കാണെന്ന കാര്യം ഓർക്കുക. ഈ അവസാന ദിവസങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കും. പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിത്തരുന്നത് പുതിയ പഠനമല്ല, കൃത്യമായ റിവിഷൻ ആണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ പഠിച്ച നോട്ട്സുകൾ വീണ്ടും വായിക്കുക. പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ ആവർത്തിക്കുക. തെറ്റിയ ചോദ്യങ്ങൾ മാത്രം വീണ്ടും നോക്കുക. അതാണ് ഏറ്റവും മികച്ച തന്ത്രം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇത് റാങ്ക് നേടാനുള്ള പരീക്ഷയല്ല, മെയിൻ എക്സാമിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ലക്ഷ്യം ഒന്നേയുള്ളൂ, കട്ട് ഓഫ് കടക്കുക. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആത്മവിശ്വാസത്തോടെ നടത്തുക. ഈ 2 ആഴ്ച ഇതേപോലെ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ മെയിൻ എക്സാം സ്വപ്നത്തിലേക്ക് ഒരു വലിയ ചുവടുവയ്പ്പായിരിക്കും. ഞാനും ഈ ദിവസങ്ങളിൽ ഇങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താം. ഓഗസ്റ്റ് 22-ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിലേക്ക് പോകാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള PSC ടിപ്സുകളുമായി വീണ്ടും കാണാം. അപ്പോൾ ഓഗസ്റ്റ് 22-ന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിജയാശംസകൾ.